നമസ്കാരം, ഞാൻ റഷീദ് ലവനസ്റ്റ്. എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അഡീനിയം ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് മുതൽ അതിൻ്റെ പ്രാഥമികമായ ചില വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനെക്കുറിച്ച് വിവരമുള്ള ഒരാളെന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഞാൻ ഈ ചെടികളെ വളർത്തുന്നു. ഇപ്പോഴത് സാധാരണയായി എല്ലാ വീടുകളിലും കുറച്ചെങ്കിലും അഡീനിയം ചെടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അന്നൊക്കെയുള്ള വലിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു 3 ചെടികൾ വാങ്ങിക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതിൻ്റെ ഭംഗി കണ്ട് പിന്നെ പുഷ്പോത്സവത്തിന് പോയപ്പോൾ ഒരു 3 ചെടികൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. കേവലം നാടൻ ചെടികളായിരുന്നു. എന്ന് പറഞ്ഞാൽ സിംഗിൾ പെറ്റൽ എന്നുള്ള നാടൻ ഇതായിരുന്നു. പിന്നീടാണ് അന്നെനിക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ഒരു 3 ചെടി വാങ്ങിച്ചു. 3 കളറിലായും ശരിയായിരുന്നു. അത് 3 കളറിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഈ കാണുന്ന ഈ വലിയൊരു ചെടി മാത്രം ബാക്കി 2 ചെടികളും നശിച്ചു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ മഴക്കാലത്ത് ഞാൻ സാധാരണ ചെടി വെക്കുന്നത് പോലെ മഴയിൽ തന്നെ വെച്ചു. അതിൽ നിന്ന് പോട്ടിൽ നിന്ന് വെള്ളം ഊർന്നു പോയില്ല. അവസാനം എന്ത് ചെയ്തു? വെള്ളം കെട്ടിക്കിടന്നു. അത് നശിച്ചു പോയപ്പോഴാണ് ഇതിന് വെള്ളം ആവശ്യമില്ല എന്നുള്ള ഒരു സാധാരണ വിവരം എനിക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചീഞ്ഞു പോകും. അത് ഇപ്പോഴും ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നു, വെള്ളം ഒട്ടും ആവശ്യമില്ലാത്തതെന്നല്ല, ആവശ്യത്തിന് മാത്രം കൊടുക്കാൻ വേണ്ടുന്ന ഒരു ചെടിയാണ് ഈ പിന്നെ അഡീനിയം എന്ന് പറയുന്നത്. ശരിക്കും ഡിസേർട്ട് റോസസ് എന്ന് പറഞ്ഞാൽ മരുഭൂമികളിൽ കണ്ടുവരുന്ന ചെടിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടപ്പെട്ടതാണ്. അപ്പോൾ അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും ഇത് വന്ന് അവിടെ നിന്ന് കൂടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ചെടികളൊക്കെ തന്നെ അവിടുന്ന് നേരിട്ട് കൊണ്ടുവന്നതല്ല. അതൊക്കെ നമ്മൾ പിന്നെ വിത്തിട്ട് മുളപ്പിച്ചത് അല്ലെങ്കിൽ സ്റ്റെം കട്ട് ചെയ്ത് മുളപ്പിച്ചതൊക്കെയായ നമ്മുടെ ഈ സാഹചര്യവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മരുഭൂമിയിൽ വളരുന്നത് പോലെയല്ല, ഇവിടെ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഈ കാണുന്ന സ്റ്റെം ഉണ്ടോ, ഇത് വലിയ കോഡക്സുകളായിരിക്കും. ഉണ്ടോ, ഈ കാണുന്ന സ്റ്റെം, ഇതിലൊക്കെ തന്നെ ഇങ്ങനെ ഉള്ളത് ജലാംശങ്ങളാണ്. കൂടുതലായി ജലാംശം ഉണ്ടാവും. അപ്പോൾ ഇതിനാവശ്യമായ ജലാംശം ഇത് ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ആഴ്ചയ്ക്കൊക്കെ പോലും നമ്മൾ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ ഇതിന് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി നശിക്കുകയും ചെയ്യില്ല. ചെടിക്ക് ക്ഷീണം സംഭവിച്ചേക്കാം. അപ്പോൾ പിന്നീട് നമ്മൾ ഞെക്കി നോക്കുകയാണെങ്കിൽ ഈ കോഡക്സിലൊക്കെ ഞെങ്ങുന്നതായിട്ട് കാണും. ഇപ്പോഴൊക്കെ നല്ല ഹാർഡായിരിക്കും. കണ്ടോ, ഇങ്ങനെ ഞെങ്ങുന്നതായിട്ട് തോന്നും. ഈ ഞെങ്ങുമ്പോൾ നമ്മൾ ഞെക്കി നോക്കിയാൽ അറിയാം നമുക്കതിൽ വെള്ളം കുറഞ്ഞു. പക്ഷെ നമ്മൾ വെള്ളം കൊടുക്കാൻ അതുവരെ ഒന്നും കാത്തിരിക്കണ്ട. എപ്പോഴും നല്ല ഹാർഡായിട്ട് നിൽക്കുന്ന സ്റ്റെം തന്നെയാണ് പൂക്കൾ ഉണ്ടാകാനൊക്കെ വേണ്ടത്. പക്ഷേ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഈ പോട്ടിംഗ് മിക്സിലൊക്കെ കൈയൊന്ന് അമർത്തി നോക്കുക. വിരലൊന്ന് അമർത്തി നോക്കുമ്പോൾ ഇതൊക്കെ നന്നായി ഡ്രൈ ആയി. ഞാൻ ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. പിന്നെ അമർത്തി നോക്കുമ്പോൾ നമുക്കതിലേക്ക് നനവില്ല എങ്കിൽ നിങ്ങളതിന് വെള്ളം കൊടുക്കുക. ഈ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ മേലെ നനച്ച് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്ത് വെള്ളം ഈ പോട്ടിൻ്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ അങ്ങോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഈ പോട്ടിന് സൈഡിൽ ഹോളുകളുള്ള പോട്ടുകളാണ് ഇത് ഏറ്റവും നന്നായിട്ട് ചേരുക. അടിയിലെ ഉള്ളതിനേക്കാൾ നല്ലത് സൈഡിലുള്ളതാണ്. അപ്പോൾ ആവശ്യമായ വെള്ളം കഴിഞ്ഞ് ബാക്കി അത് എന്ത് ചെയ്യണം, ആ സമയത്ത് തന്നെ ഒഴുകി അങ്ങോട്ടേക്ക് പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അത് തങ്ങി നിൽക്കുകയാണെങ്കിൽ വേര് പോയി അതിലേക്ക് മുട്ടയൊന്ന് ചീച്ചൽ അനുഭവപ്പെട്ട് പിന്നീട് ഇലകൾ പഴുത്ത്, അങ്ങനെ 2 കാര്യത്തിലും ഇലകൾ പഴുത്ത് പോകും. ഒന്ന്, വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇലകൾ പഴുത്ത് താഴേക്ക് പോകും, വെള്ളം കുറവാണെങ്കിലും പോകും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആവശ്യമാണ് എങ്കിൽ മാത്രം വെള്ളം കൊടുക്കുക. മഴക്കാലത്താണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതി. മഴ കൊള്ളാതെ ചെടി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മഴയ്ക്ക് കൊണ്ട് ശീലമുള്ള ചെടികളാണെങ്കിൽ വെള്ളം മൂർന്ന് പോവുകയാണെങ്കിൽ മഴയ്ക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഒരു മഴമറയുടെയൊക്കെ കീഴിലാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മിശ്രിതം ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നിങ്ങളതിന് വെള്ളം കൊടുക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കൊടുക്കണം. ചെറിയ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് കൂടുതലങ്ങ് ഡ്രൈ ആകാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു നനവ് എപ്പോഴും ഉണ്ടാകുന്ന രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ചെടി പൂവിടാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നല്ല വെയിലുള്ള സമയം, മഞ്ഞൊക്കെ മാറി വരുന്ന സമയമാണ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. കമ്പുകളൊക്കെ എപ്പോഴും കോതി കൊടുക്കണം. അത് നിങ്ങൾ പല വീഡിയോകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ പുതിയ ഇതുപോലുള്ള ബ്രാഞ്ചസ് വരികൾ കണ്ടോ, ഇതൊക്കെ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസിൽ നിന്ന് പൂക്കളുണ്ടാവും. അങ്ങനെ ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ കമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഈ പ്രൂൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് ആവശ്യമായ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം, വളങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പിന്നെ ആ സമയത്ത് വെള്ളം കുറക്കുക.
കേട്ടോ. ആദ്യം ഒരു വളം കൊടുത്ത് 2-3 ദിവസം നന്നായിട്ടങ്ങ് നനച്ചു. ഒരാഴ്ച കഴിയുന്നതോടുകൂടി നനവ് കുറയ്ക്കുക. ഡ്രൈ ആയിട്ടുള്ള ആ ഒരു സമയത്താണ് കൂടുതൽ പൂവുണ്ടാവാൻ തുടങ്ങുക. പിന്നെ പൂക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വെള്ളം കുറച്ച് പെട്ടെന്നല്ല, കുറച്ചങ്ങ് കൂട്ടുക. എന്നിട്ട് നനവുള്ള ഒരു അന്തരീക്ഷം എപ്പോഴും ഇതിലുണ്ടാവണം. അത് ഞാൻ കണ്ടുവരുന്നത് പൂക്കാൻ വേണ്ടി പൂടുന്നത് ഡ്രൈ ആയ അവസ്ഥയിലാണ്. കൂടുതൽ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക. പക്ഷെ ഉണ്ടായ പൂക്കൾ കുറച്ചു കാലം നിലനിൽക്കണമെങ്കിൽ, കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ആവശ്യമായ വെള്ളം അതിന് ചോട്ടിലുണ്ടാവണം. എപ്പോഴും നമ്മൾ വെള്ളം തീരെ വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. മഴയത്ത് വെച്ചാലും പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. പക്ഷെ ഒരിക്കൽ പോലും വെള്ളം കെട്ടി നിൽക്കാതെ കണ്ട ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പോട്ട്സാണ്. കണ്ടമാനം ഹോൾസ് ഉണ്ട് ഇതിൽ, കാണുന്നില്ലേ? അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനു വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു പോട്ടാണെന്ന് തോന്നുന്നു. ഇത്തരം പോട്ടുകളിലൊക്കെ നട്ടാൽ നല്ല ബോൺസായി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതിലേക്ക് റിപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള 1-2 ചെടികളൊക്കെ ഇവിടെ ഉണ്ട്, കുറച്ച് പുറകിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാണ് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസർട്ട് റോസിനെ കുറിച്ച് അല്ലെങ്കിൽ അഡീനിയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ ഒരു കാര്യം. തീരെ വെള്ളം വേണ്ട എന്നല്ല, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് ആവശ്യമായ വെയിൽ ഉണ്ടാവുക എന്നുള്ളത്. വെയിലും വെള്ളവും ഇതിന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടാൻ പറ്റാവുന്ന സ്ഥലത്താണ് ഈ ചെടി വെച്ചിട്ടുള്ളതെങ്കിൽ നന്നായി പൂക്കളുണ്ടാവും, ഒരു സംശയമില്ല. നല്ല വെയിൽ വേണം. ബോഗൻവില്ലയ്ക്ക് നമ്മൾ പറയാറില്ലേ, നല്ല വെയിൽ വേണം. അതിനെയും അങ്ങനെ പീഡിപ്പിച്ചാണ് നമ്മൾ, വെയിൽ കൊണ്ട് പീഡിപ്പിച്ചാണ് പുഷ്പം പുഷ്പിക്കാറുള്ളത് എന്ന് പറയാറില്ല. അതുപോലെ തന്നെയാണ് ഇതിനും വേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയ വെയിൽ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല രീതിയിലുള്ള പൂക്കളുണ്ടാകും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നിർഭാഗ്യവശാൽ ഇവിടെ ഏതാണ്ട് ഒരു 12 മണിയാകുന്നതോടുകൂടി ഇവിടുത്തെ വെയിൽ കിഴക്ക് വശം ഉള്ളതായതുകൊണ്ട് ഒരു 11-12 വരെ 11:30 വരെ മാത്രമേ എനിക്കുള്ള വെയിൽ കിട്ടാറുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ദിവസവും ഈ ചെടിയെടുത്ത് ഈ ഭാഗത്തേക്ക് മാറ്റി വെക്കണം. അത് വളരെ പ്രയാസകരമാണ്, പ്രത്യേകിച്ച് വെയിറ്റുള്ള പോട്ടിലൊക്കെയാണ് ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ അതിനെനിക്ക് വെയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പൂക്കാൻ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും ഇത് 1-2-3 പ്രാവശ്യമൊക്കെ പൂത്ത് നല്ല പൂക്കളുണ്ടായി. ഇതൊക്കെ നാടൻ സിംഗിൾ പെറ്റൽ ചെടികളാണ്. ഈ ചെടികൾ എനിക്കിഷ്ടമാണ്. സിംഗിൾ പെറ്റൽ ചെടികൾ ഇത് കണ്ടോ, വെറൈറ്റി കളേഴ്സ് കിട്ടാറുണ്ട് അതിൽ. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴൊന്നാന്ന് തോന്നുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ കളേഴ്സ് ഉണ്ട് ഇതിലൊക്കെ. ഇത് ഒരു ഗ്രാഫ്റ്റഡ് ചെടിയാണ്. ഇതിന് കുറച്ച് നേരത്തെ പൂത്തു, ഇപ്പോഴ് പൂക്കൽ അവിടെ നിന്നിട്ടാണ് ഉള്ളത്. വീണ്ടും പൂക്കാൻ തുടങ്ങിയതുണ്ട്. ഒരു ചെറിയ നല്ല വലിപ്പമുള്ള പൂവാണ്, പക്ഷേ ഒരു ചെറിയ പൂവ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതൊക്കെ നന്നായി പൂത്തു ഒരുപാട് പ്രാവശ്യം, എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്രാവശ്യം ഇത് പൂത്തു. പുതിയ മൊട്ടുകളൊക്കെ, ഇത് ഒരു പ്രാവശ്യം പൂത്തതാണ്, പുതിയ മൊട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. ഇതൊക്കെ വലിയ ചെടികളാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തും കണ്ടമാനം ചെടികളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, പ്രാഥമികമായിട്ട് അറിയേണ്ടുന്ന ഒരു കാര്യങ്ങളിലൊന്ന് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രം ഈ ചെടി പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ പോട്ടിൽ വെച്ച് നിറച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒട്ടും വെയിലില്ലാത്ത അവസ്ഥയാണെങ്കിൽ കഴിയുന്നതും ഈ ചെടി നിങ്ങൾ ഒഴിവാക്കുക. കാരണം ബോഗൻവില്ലയും ഇതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള യോഗമില്ല എന്ന് വിചാരിക്കുക, അല്ലാതെ വേറെ ലക്ഷ്യമൊന്നുമില്ല. കാരണം വെയിലില്ലാത്ത പൂക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല പൂക്കളൊന്നും ഉണ്ടാവില്ല. കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടാവൂ. കാരണം നല്ല വില കൊടുത്ത് ആ ഇഷ്ടത്തോടു കൂടെ വാങ്ങിച്ചു വെച്ച് പിന്നെ ഇത് പൂക്കുന്നില്ല കാണുന്നെങ്കിൽ അതിനെ നമ്മളങ്ങ് കൈയൊഴിഞ്ഞേക്കും, ഇല്ലേ? അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നല്ല പിന്നെ വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് താഴെ മുറ്റത്ത് വെയിലില്ല എങ്കിൽ അപ്സ്റ്റെയറിൽ എവിടെയെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് അവിടെ വെച്ച്, എങ്കിൽ അത് പൂത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് വെള്ളവും വെളിച്ചവും അല്ലെങ്കിൽ വെള്ളവും വെയിലും സംബന്ധിച്ചിട്ടുള്ള, ഈ അഡീനിയെ സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇതിന് കൊടുക്കേണ്ടുന്ന വളങ്ങൾ. ഇത് ഒരുപാട് നമ്മൾ ഈ വളങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം മറ്റൊരു വീഡിയോ ആയിട്ടും ചെയ്യാം. കാരണം അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ പിന്നെ ഇതിന് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ച്, ആദ്യം മുതൽ നമുക്ക് ഇതിന് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചും അതിൻ്റെ പോട്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ചും പറയാം. എൻ്റെ ഈ ഷെയറിംഗ് എന്ന് പറയുന്നത്, ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന ആദ്യ ഘട്ടത്തിലുള്ള ആൾക്ക് വേണ്ടിയാണ്. ഒരു പ്രാഥമികമായ വിവരമാണ്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടവർ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ലവ്നെസ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന, ഇന്നോവേഷൻസ് കൊണ്ട് ഇത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേറെയും കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ വരാനുണ്ട്. പിന്നെ അല്പം ട്രാവലിങ്, അതുപോലെ തന്നെ പിന്നെ വായന, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡും എനിക്കൊരു ആഗ്രഹമുള്ള കാര്യമാണ്, എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടേതായ കമൻറ്റുകൾ ചേർക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ വിടാം. നന്ദി, നമസ്കാരം.